അവർക്കെല്ലാം ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ 25 കൊല്ലത്തിന്റെ വളർച്ച കണ്ടുകൊണ്ടാണ് കേരളയിൽ ആരോപിച്ചത്. ഇപ്പോഴെല്ലാവരും പറയുന്നുണ്ട് കേരളയിൽ വേണ്ടിയത് തന്നെയാണെന്ന്, അല്ലേ? വന്ദേ ഭാരത് വന്നപ്പോഴാണ് കേരളത്തിന്റെ സ്ഥിതി മനസ്സിലായത്. 39 വണ്ടി അങ്ങോട്ടും 39 വണ്ടി ഇങ്ങോട്ടും. നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം കോഴിക്കോട് തന്നെയായിരിക്കും അന്ന് ഉദ്ദേശിച്ചത്. ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കയറി നിന്നാൽ 20 മിനിറ്റ് കൊണ്ടൊരു ട്രെയിൻ. ഇവിടുന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് കൊച്ചി, 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്നല്ല കാസർഗോഡ് നിന്ന് 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്ന വേഗത. അതല്ല ഇപ്പൊ ചെറിയ വേഗതയാണ്, സെമിയാണ്. അതിനെല്ലാം കടച്ചു വെക്കുന്ന മണിക്കൂറിൽ 1000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വേഗതയിലുള്ള വണ്ടികളുണ്ട്. അപ്പോൾ 2 മണിക്കൂറേ കൊണ്ട് നമുക്ക് ആകെ പരമാവധി ഈ സ്റ്റേഷനിലെല്ലാം നിർത്തിയാൽ. പക്ഷെ ഇവിടെ അനുവദിക്കൂല. എന്തേ അനുവദിക്കില്ല? ഒരു വികസനവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് വേറെ എവിടെയില്ല. വികസനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വികസനേ പാടില്ല. അത് കേന്ദ്ര ഗവൺമെന്റും അങ്ങനെയാണ് തീരുമാനിച്ചത്, അതുപോലെ തന്നെ ഇവിടുത്തെ UDF-കാരും അങ്ങനെയാണ് തീരുമാനിച്ചത്. ഒരു വികസനവും നടത്തേണ്ട കാര്യമില്ല. എന്നാൽ ഈ കേരളം വികസനം നടത്തി മുമ്പോട്ടേക്ക് പോകും. എന്തെല്ലാം പ്രതിരോധം തീർക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ പ്രതിരോധം തീർത്താൽ അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഈ കേരളത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കാനാവും. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വരുമാനം ഏതാണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നോട് തന്നെ ചില UDF-ന്റെ നേതാക്കന്മാരെ ചോദിച്ചു, നിങ്ങൾ എന്ത് മസ്മര വിദ്യ കളിക്കുന്നതെന്ന്. കാരണം ഈ പണം തരുന്നില്ല. 54,000 കോടി ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ലക്ഷക്കണക്കിന് കോടി നമുക്ക് തരാൻ ബാക്കിയാണ്. ഈ കുറെ കൊല്ലം കൂടി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ വിഹിതം നിരന്തരമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ട്രഷറി പൂട്ടാതെ ഈ ബാലഗോപാൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് അത്ഭുതത്തോടു കൂടിയാണ് കോൺഗ്രസ്സുകാരുൾപ്പെടെ എന്നോട് തന്നെ ചോദിച്ചത്. അത് ഒരു കാര്യമേ ഉള്ളൂ, സാധാരണ പിരിക്കുന്ന പണത്തിന്റെ ഇരട്ടിയാണ് കുടിശ്ശിക ഉൾപ്പെടെ പിരിച്ച് ഈ സമ്പത്ത് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള ഫലപ്രദമായ ധന മാനേജ്മെന്റ് സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ്. ഇനി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കൂടി നേടിയാൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ വാങ്ങൽ കഴിവ് വർദ്ധിക്കും. 20 ലക്ഷം ആളുകൾക്ക് പുതുതായി തൊഴിൽ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത് പറഞ്ഞാൽ നടക്കുമോ? ഒരു സംശയവും വേണ്ട കേട്ടാ. 20 ലക്ഷത്തിൽ ഇപ്പോഴും തന്നെ 10 ലക്ഷം ആൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സംരംഭം തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. ഞാനന്ന് മന്ത്രിയായിരുന്നു. രാജീവും ഞാനും കൂടി ചേർന്നിട്ടാണ് ആ സംരംഭ വർഷം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് പറഞ്ഞു 1 ലക്ഷം സംരംഭകരെ നമുക്ക് കൊണ്ടുവരണം. 1 ലക്ഷം. അപ്പൊ പറഞ്ഞു 1 ലക്ഷം. ഇപ്പോഴും 3 കൊല്ലായി. 3,10,000 3,10,000 സംരംഭം. അതുകൊണ്ടാണ് കേരളം വ്യാവസായിക സൗഹൃദത്തിന്റെ 28ാം സ്ഥാനത്തായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. 25ആയി, പിന്നീട് 15ആയി. ഇപ്പോഴിന്ത്യയിലെ 1ാം സ്ഥാനത്തേക്ക് കേരളം വന്നു ചേർന്നിരിക്കുന്നു. ഇനി ഈ 1ാം സ്ഥാനം തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരാൾക്കും തകർക്കാൻ പറ്റില്ല. പതിറ്റാണ്ട് കഴിഞ്ഞാലും തകർക്കാനാവാത്ത രീതിയിൽ ഈ കേരളം ഈ പറയുന്ന പോലെ വ്യാവസായിക മേഖലയിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സൗഹൃദ നാടായി കേരളത്തെ മാറ്റി. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇന്ന് പ്രസംഗിച്ചത് അങ്ങനെയാണ്. ഈ സൗന്ദര്യം, ഈ കേരളത്തിന്റെ സൗന്ദര്യം, ദൈവത്തിന്റെ സ്വന്തം നാട്. അത് ദൈവത്തിന്റെ സ്വന്തം നാട് മാത്രമല്ല, ബിസിനസിന്റെയും വ്യവസായത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പറുദീസയാണ് എന്ന് കേന്ദ്രമന്ത്രി പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴീ കേരളത്തെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നതല്ല. പക്ഷെ കേരളം അതാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്. ആളോഹരി വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനത്തിന്റെ പട്ടികയിലായിരുന്നു കേരളം. അത് മാറി. ഇനിയിപ്പോൾ ആളോഹരി വരുമാനം കൂടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷത്തിലധികം ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് പുതുതായിട്ട്. സംരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായി 3,10,000 സംരംഭം. 1, 2, 3, 4, 5 ആൾക്ക് ജോലി കിട്ടിയാൽ ഏതാണ്ട് 5-8 ലക്ഷം ആളുകൾക്ക് ജോലിയായി. ഇപ്പൊ തന്നെയായി. അതിന് പുറമെ IT ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിൽ വേറെയും ജോലി കിട്ടിയിട്ടുണ്ട്.
എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാത്രമല്ല, PSC മുഖേന ആയിരക്കണക്കിന് ആൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ PSC മുഖേന ജോലി നൽകുന്നതിൽ 40% ഒറ്റ സംസ്ഥാനം ഈ കേരളമാണ് നൽകുന്നത്. ആ രീതിയിൽ എല്ലാ തലത്തിലും തൊഴിലില്ലായ്മക്കെതിരായ വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് കേരളം വളരുകയാണ്. കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയ കേന്ദ്രമാകുകയാണ്. അമേരിക്ക തന്നെ പ്രസിദ്ധീകരിച്ച ടൈംസ് മാസികയിൽ അവർ പറഞ്ഞു, ഈ ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന 52 സ്ഥലമുണ്ട്. ആ 52 സ്ഥലത്തിൽ ഒന്ന് കേരളമാണ്. കേരളത്തെ ആകെ ചേർത്തുകൊണ്ടൊരു സ്ഥലമായിട്ടാണ് അവർ എണ്ണിയത്. കേരളം ഒരു നാട് എന്നോ രീതിയിലല്ല, ഒരു സ്ഥലം. അത് ഒരു മനുഷ്യൻ കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ കേരളമാണെന്നാണ് അവർ പറഞ്ഞത്. ഈ കേരളത്തിന്റെ പ്രത്യേകതയാണ്, അതിൻ്റെ സൗന്ദര്യമാണ്, അതിന്റെ ഭാഗമായിട്ടുള്ള ശുചിത്വത്തിലേക്കുള്ള നമ്മുടെ യാത്ര. മാർച്ച് മാസമാകുമ്പോഴേക്ക് കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വ കേരളമാവും. ജനകീയ ക്യാമ്പയിനാണ്, ഇനി തുടരണം. അങ്ങനെയെല്ലാം ചേർന്ന് ഈ കേരളത്തെ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് നയിക്കുന്നതിന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം. ബഡ്ജറ്റിലായാലും വളരെ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഉണ്ടായാലും, നമുക്കറിയാം വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒരു അക്ഷരം നമുക്ക് അനുകൂലമായിട്ട് വേണ്ടിയിട്ടില്ല. കേരളത്തിന്റെ പേരേ ഇല്ല. നമുക്കൊരു പൈസ തന്നിട്ടുമില്ല, ഒരു പൈസ പോലും തരാൻ കൂട്ടാക്കിയിട്ടില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്ക്, ബീഹാറിനും ആന്ധ്രക്കും അതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടം പോലെ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രം ഒന്നും തരില്ല എന്നുള്ള നിലപാടാണ്. കേരളത്തെ പാപ്പരീകരിക്കണമെന്നാണ് BJP നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരുൾപ്പെടെ പറയുന്നത്. ഈ രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനകീയമായ സംരംഭങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ AI ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മൂലധന നിക്ഷേപവും എല്ലാം ചേർത്ത് നമുക്ക് ഈ കേരളത്തെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ഒരു നാടാക്കി മാറ്റുന്നതിന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ പ്രതീക്ഷിച്ചത് പിണറായി വിജയന്റെ 5 കൊല്ലം കഴിഞ്ഞു, തീർന്നു. അങ്ങനെയാണ് ഒരു പാരമ്പര്യം. 5 കൊല്ലം LDF കഴിഞ്ഞാൽ പിന്നെ UDF ആണ്. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യത്തോട് അവസാനിച്ചു. 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും UDF വരും. അതിന് മാധ്യമങ്ങളാകെ ചേർന്ന് വലിയ രീതിയിലുള്ള പ്രചാരവേല നടത്തി. അവർ ശക്തമത്തായ രീതിയിലുള്ള പിന്തുണ നൽകി. കേന്ദ്ര ഏജൻസികൾ 5-8 കേന്ദ്ര ഏജൻസികളുടെ വട്ടമിട്ട് കറങ്ങി. എന്നിട്ട് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എത്രയെത്ര കഥകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. അവിടെ 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒറ്റ സീറ്റേ കിട്ടിയിട്ടുള്ളൂ, ആലപ്പുഴ മാത്രം. അപ്പോൾ അവർ കണക്ക് കൂട്ടി. ഓരോ നിയോജക മണ്ഡലത്തിന്റെയും കണക്കെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ 123 മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്, 123 മണ്ഡലത്തിൽ അസംബ്ലിയിൽ. അപ്പോൾ പിന്നെ പിണറായി വിജയന്റെ അന്ത്യം വന്നിരിക്കുന്നു, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്നാണ് അവർ ധരിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 123 സീറ്റിലെ ഭൂരിപക്ഷം മാറി. 99 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി. ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 2ാം ടേം അധികാരത്തിൽ വന്നു സഖാവ് പിണറായി. ഇപ്പോൾ 2ാം ടേം കഴിഞ്ഞു. ഇനിയിപ്പോഴും കണക്ക് കൂട്ടുന്നത് 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 123 കിട്ടിയിട്ടില്ലെങ്കിലും 111 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും വരും. മാത്രമല്ല, കോൺഗ്രസ്സുകാർ യോഗം ചേരുന്നതിന്റെ ഭാഗമായിട്ട് അമർഷത്തോടെ ഒരു കോൺഗ്രസ്സുകാരൻ പ്രസംഗിച്ചത്, ഞങ്ങൾക്ക് ഇനിയും 3ാം ഘട്ടത്തിലും പ്രതിപക്ഷത്തിരിക്കാനാവില്ല. അതിന്റെ ഏറ്റവും വലിയ ആളുകളാണ് ലീഗ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് കിടക്കുകയാണ്. SDPIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും തെറ്റായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വർഗീയ ശക്തികൾ മുഴുവൻ ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വരികയാണ്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിന് ഈ വർഗീയ ശക്തികളുമായിട്ട് ഒപ്പം നിൽക്കാൻ എത്ര കാലം സാധിക്കും? കോൺഗ്രസുകാർക്ക് എത്ര കാലം സാധിക്കും? ഒരു ബാങ്കിന്റെ പ്രശ്നം മാത്രമല്ല, നയപരമായ നിരവധി പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ആയിരക്കണക്കിന് കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു പുതിയ കാലം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അനുഭവം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വക്താവാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ശശി തരൂർ. ശശി തരൂർ അഖിലേന്ത്യാ നേതാവാണ്, ഇവരെക്കാളെല്ലാം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം കേരളത്തിന്റെ വളർച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി ലേഖനം തന്നെ എഴുതി, പ്രസംഗിച്ചതൊന്നുമല്ല, ഒരു ലേഖനം തന്നെ എഴുതി.
ആ ലേഖനം എഴുതിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ മുന്നോട്ടേക്ക് വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയത് കൃത്യമാണ്, ശരിയാണ്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ വിശ്വനാഥ മാഷ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാടിന്റെ ഒപ്പാണ് അദ്ദേഹം ഉള്ളത്, ശരിക്കും വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ സോണിയാഗാന്ധിയെയും കണ്ടു, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും കണ്ടു. അവരെല്ലാമായിട്ട് ഇപ്പോൾ അവസാനം ചർച്ച നടത്തി. ഞാൻ പണ്ടേ ചർച്ച നടത്താൻ ആവശ്യപ്പെട്ടതാണ്, വന്നിട്ടില്ല, ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പോൾ ചർച്ച നടത്തി, പക്ഷെ നയമൊന്നും മാറ്റിയിട്ടില്ല. ഇനിയിപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഇന്നും നാളെയും അവിടെ വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്നത് ഞാൻ അവിടെ പോയല്ലോ, ഞാൻ കണ്ടല്ലോ, അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പ്രസംഗമെല്ലാം കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ട്, അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രസംഗമുണ്ട്, കേന്ദ്രമന്ത്രിമാരുടെ പ്രസംഗമുണ്ട്, ഈ പറയുന്ന എല്ലാവരുടെയും പ്രസംഗങ്ങളുണ്ട്. അതെല്ലാം കേട്ടിരിക്കുകയാണ്. അപ്പൊ ഈ കേരളം എങ്ങനെയാണ് മാറുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ്. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മുഖ്യമന്ത്രിയാവേണ്ടത് എന്നാണ്. അത് നമുക്ക് അന്നേരം നോക്കുന്നതല്ലേ. അതാണ് പലരും പറഞ്ഞത്, ഇപ്പം നോക്കണ്ട. എത്രയാ മുഖ്യമന്ത്രിമാരുടെ? ഒന്നാമത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപ്പോൾ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല. ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ പ്രസിഡന്റായിരിക്കുന്നത് എന്ന് സുധാകരൻ. ശശി തരൂരിനും അവസരം കിട്ടിയാൽ തരക്കേടില്ല എന്ന്. ഇവരെല്ലാം ഇവിടെ കുഴപ്പമുണ്ടാക്കിയാൽ അവസാനം ഞാൻ പ്ലെയിനിൽ, ഒരു സ്പെഷ്യൽ പ്ലെയിനിൽ മുമ്പ് AK ആന്റണി വന്നതുപോലെ കേന്ദ്രത്തിൽ നിന്ന് വരാൻ തയ്യാറായി നിൽക്കുന്ന KC വേണുഗോപാലൻ. വേണമെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ മുരളീധരൻ. എത്രയാളായി? ഇവരെല്ലാം കൂടി ചേർന്ന് ഞണ്ട് പിടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ ഈ വരാൻ പോകുന്ന 26 മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3ാം ടേം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. അതാണ് ഇപ്പോൾ ഈ കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ സംബന്ധിച്ചല്ല. കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ദിശാബോധത്തോടു കൂടിയാണ് ഈ കേരളം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ പോലും 62 ലക്ഷം ആളുകൾക്ക് കൃത്യമായിട്ട് 1600 രൂപ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചതാണ്. എങ്ങനെ വർദ്ധിപ്പിക്കാനാണ്? എവിടെയാണ് പണമുള്ളത്? ഖജനാവ് പൂട്ടിപ്പോകുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് 1000, 2000, 2500 കൊടുക്കാൻ കഴിയാത്തത്. വീട്ടമ്മമാരുടെ പെൻഷൻ നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് തീരുമാനിക്കുക? ഇതാണ് സാമ്പത്തിക സ്ഥിതി. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും ഇനിയും പാവപ്പെട്ട ആളുകളെ സമീപിച്ച് അവർക്ക് ആവശ്യമായ നിലപാടുകൾ ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ടും ഒരു വികസന പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടേക്ക് പോകാതെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഈ കേരളത്തെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രക്രിയയിൽ നിങ്ങളുടെ എല്ലാം പരിപൂർണമായ പിന്തുണയുണ്ടാവണമെന്നും നിരവധിയായ പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് CPIM-ലേക്ക് പുതിയ ആളുകളെ ഉൾക്കൊള്ളാനുള്ള കൃത്യമായ അതിന്റെ ഒരു വികാസ പ്രക്രിയയാണ് ഇപ്പോൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നുൾപ്പെടെ ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം ഉൾച്ചേർത്തുകൊണ്ട്, അവരെല്ലാം ഈ പാർട്ടിയുടെ ഭാഗമാക്കിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന വിശ്വനാഥ മാഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഖാക്കളെയും പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പാർട്ടിയുമായി സഹകരിച്ച് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.